നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. മെസ്സി ഇല്ലെങ്കിൽ ഇന്റർ മയാമി ടീം വട്ടപൂജ്യമാണ് എന്നൊരു ധാരണ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ അത് തിരുത്തപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മയാമിക്ക് മുന്നോട്ട് പോകാൻ മെസ്സി ഇല്ലെങ്കിലും സാധിക്കും എന്നവർ തെളിയിക്കുകയാണ്. കോപ്പ അമേരിക്കക്ക് ലിയോ മെസ്സി അർജന്റീൻ ദേശീയ ടീമിനോടൊപ്പം ചേരുമ്പോൾ മയാമിയുടെ ആരാധകർക്ക് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആശങ്ക, മെസ്സി ഇല്ലാതെ അവർ MLS കളി തുടരുമ്പോൾ അവർക്ക് കാലിടറുമോ, ഒന്നാം സ്ഥാനത്ത് ടീമിനെ നിർത്തിക്കൊണ്ടാണ് മെസ്സി പോകുന്നത്, അവിടെ നിന്ന് ടീം താഴേക്ക് വീഴുമോ എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നെങ്കിൽ ആ ആശങ്ക കാറ്റിൽ പറത്തുന്ന പ്രകടനം ഇപ്പോൾ ടാറ്റ മാർട്ടിനോയുടെ കുട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്തവണ MLS അവർ കിരീടം ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ അടിത്തട്ടി കിടന്ന ടീമാണ്. ഇത്തവണ കിരീടം അത് അടുത്ത ക്ലബ് വേൾഡ് കപ്പ് കളിക്കണമെങ്കിൽ MLS കിരീട നേട്ടം അവരെ സഹായിച്ചേക്കും. കാരണം USA അടുത്ത ക്ലബ് വേൾഡ് കപ്പ് നടക്കുന്നത്. 32 ടീമുകൾ കളിക്കുന്ന ബൃഹത്തായ ക്ലബ് വേൾഡ് കപ്പാണ്. അപ്പം ആ ക്ലബ് വേൾഡ് കപ്പിലേക്ക് യോഗ്യത ഒരു അഡീഷണൽ സ്ലോട്ട് USA കൊടുത്തിട്ടുണ്ട് ആതിഥേയർ എന്ന നിലയ്ക്ക്. അതൊരു പക്ഷേ USA ലീഗ് ജയിക്കുന്നവർക്കായിരിക്കും. ഫിഫ ഇതുവരെ കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. അങ്ങനെ വന്നാൽ അത് MLS വിജയികൾക്കാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ കിരീടം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇന്റർ മയാമി കളിക്കുന്നത്. സുവാരസും മെസ്സിയും കോപ്പ അമേരിക്കക്കായിട്ട് പോകുമ്പോഴും അവർക്ക് ലീഗിൽ കളി തുടരേണ്ടതുണ്ട്. അങ്ങനെയാണ്. MLS നിർത്തി വെച്ചിട്ടില്ല, അതിൽ കളി തുടരുകയാണ്. കോപ്പ അവിടെ നടക്കുന്നു, മറുഭാഗത്ത് MLS നടക്കുന്നു. അപ്പോൾ ബ്രസീലിലൊക്കെ അങ്ങനെ തന്നെയാണ്, ലീഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ കോപ്പ അമേരിക്കയിൽ മെസ്സി ടീമിനോടൊപ്പം സെമി ഫൈനലിലേക്ക് കടന്നിട്ടുണ്ട്. എന്നാൽ ഇന്റർ മയാമി കാലിടറിയിട്ടില്ല. കളിച്ച 4 കളികളും മെസ്സി പോയ ശേഷം മെസ്സിയും സുവാരസും ഇല്ലാതെ കളിച്ച 4 കളികളും അവർ വിജയിച്ച് ഒന്നാം സ്ഥാനത്ത് തന്നെ വിരാജിക്കുകയാണ്. നോക്കുക, ഇന്നലത്തെ മത്സരം അവർ ഷാർലറ്റിനെ 2-1 പരാജയപ്പെടുത്തിയത്. റോബ് ടൈലറും ക്രവാഷിയുമാണ് അവർക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിരുന്നത്. അതിന് മുമ്പുള്ള മത്സരത്തിലും അവരുടെ ഭാഗത്ത് നിന്ന് മികച്ച പ്രകടനം നമ്മൾ കണ്ടു. നാഷ്വില്ലിനെ അവർ 2-1 തോൽപ്പിച്ചിരുന്നു. അതിന് മുമ്പത്തെ കളിയിൽ കൊളംബസിനെ അവർ 2-1 തോൽപ്പിച്ചിരുന്നു. അതിനു മുമ്പ് മെസ്സി പോയ ആദ്യ മത്സരം ഫിലാഡൽഫിയക്കെതിരെ അവർ 2-1 വിജയിച്ചിരുന്നു. ഈ കളികളുടെയൊക്കെ സ്കോർ 2-1 എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. MLS ഇപ്പോൾ ടേബിൾ എടുത്ത് നോക്കിയാൽ ലിയോ മെസ്സിയുടെ ഇന്റർ മയാമി ഈസ്റ്റേൺ കോൺഫറൻസിൽ ഒന്നാം സ്ഥാനത്ത് തുടർന്ന് 22 കളികളിൽ നിന്ന് അവർക്ക് 47 പോയിന്റുകളാണുള്ളത്. ചുരുക്കത്തിൽ നോ മെസ്സി നോ പ്രോബ്ലം എന്ന രൂപത്തിൽ ഇപ്പോൾ ടാറ്റ മാർട്ടിനോ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.